നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാണ് പറ്റിയ സന്ദർഭം. ശ്യാമയെ സോപ്പിടാം. കരഞ്ഞു പറഞ്ഞ അവളുടെ മനസ്സലിയും. എങ്ങനെയെങ്കിലും 50 ലക്ഷം രൂപ സംഘടിപ്പിച്ചേ പറ്റൂ. എന്റെ ശ്യാമയെ, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. നീ ഇവിടെ വന്നിരിക്ക. ഈ വീട്ടില് ആകെ എന്നോട് സ്നേഹമുള്ളത് നിനക്കാ. അന്ന് ഞാൻ ക്യാഷിന് വേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടി നിന്നപ്പോഴാ നീ എനിക്ക് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശ്യാമേ, ഈ സ്നേഹം കാണിക്കുന്ന എന്തിനാ? വീണ്ടും ക്യാഷ് ചോദിക്കാനാണോ? ഈ ശ്യാമയുടെ ഒരു ബുദ്ധിയെ, ഒരാളുടെ മനസ്സ് വായിക്കാനും ശ്യാമയ്ക്ക് അറിയോ? അത്ഭുതമായിരിക്കുന്നു. ശ്യാമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോ അത് നിസ്സാര തുകയാണെന്ന് എനിക്കറിയാം. ഇത് കടമായിട്ടാ. എന്നാണെങ്കിലും ഞാനിത് തിരിച്ചു തരും, ഉറപ്പായിട്ടും തിരിച്ചു തരും. വേഗം ഒരു 50 ലക്ഷം രൂപ വേണം ശ്യാമേ. നീ എനിക്ക് 50 ലക്ഷം രൂപ തന്നാ ശ്യാമ പറയുന്ന എന്തും ഞാൻ കേക്കും. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഇനി ശ്യാമ മരിക്കാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ മരിക്കും. ഉറപ്പാണോ? അല്ല, മരിക്കുന്ന ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാ. മരിക്കുന്നതൊഴിച്ച് എന്തും ഞാൻ കേക്കും. എന്നാ ഞാൻ 50 ലക്ഷം രൂപ തരുന്നുണ്ട്. സത്യമാണോ ശ്യാമ ഈ പറയുന്നത്? അതെ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? കേക്കട്ടെ ശ്യാമേ. അരുണേട്ടനും ഐശ്വര്യടത്തെയും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ എടുത്ത് സൈൻ ചെയ്യണം. അതിനേക്കാളും ശ്യാമ മുമ്പേ പറഞ്ഞത് തന്നെ നല്ലത്. ഞാൻ മരിക്കാം. ശരി, എന്നാ ഐശ്വര്യടത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ 50 ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഐശ്വര്യടത്തെ സമ്മതിക്കണം. അത് പറ്റില്ല. എന്നാ പിന്നെ 50 ലക്ഷം രൂപയും തരില്ല. ശ്യാമ നിക്ക്. ശ്യാമ, രൂപ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്തും പറഞ്ഞോ, ഞാനതനുസരിക്കാം. എന്റെ പൊന്ന് ശ്യാമയല്ലേ, പറയുന്നത് കേൾക്ക് ശ്യാമ, പ്ലീസ്. എന്റെ കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ല ഐശ്വര്യടത്തെ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന ആ നിമിഷം 50 ലക്ഷം രൂപ ഞാൻ തന്നിരിക്കും. അപ്പോ വേറെ നിവൃത്തിയൊന്നുമില്ല? ഇല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം. എന്നാ ഞാൻ ഒപ്പിടാം. പക്ഷേ എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. പറയൂ, കേക്കട്ടെ. എനിക്ക് 50 ലക്ഷം രൂപ പോരാ, ഒരു 75 ലക്ഷം രൂപ വേണം. അത് പറ്റില്ല ശ്യാമേ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഞാൻ ഡിവോഴ്സായി പോയാ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമേ? ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്ന ഉറപ്പാ ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.